ദാ നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചു വന്ന വ്യക്തിയെ കാണുന്നില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ തന്നെ ഉണ്ടാവും. ഈ മതിലുകൾ നോക്കൂ, പല നിറങ്ങളാൽ എന്ത് ഭംഗിയാണ്. ചുമപ്പ്, മഞ്ഞ, ബ്രൗൺ, കടുംനീല എല്ലാം ഉണ്ടല്ലോ. എല്ലാം അത്ഭുതകരമായിരിക്കും. ആ മതില് മാത്രമല്ല ലൂക്ക, നീ അതിന്റെ അടിത്തറ നോക്കിക്കേ. അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നീ നോക്കി പറയൂ. വാവ്, വളരെ വിലയേറിയ കല്ലുകൾ. എനിക്കതിൽ ചിലത് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അതാ ജാസ്പർ. ആ മതിലുള്ള പോലെ തന്നെ ജാസ്പർ ഉണ്ടല്ലോ ഇവിടെ. പച്ച നിറം എമറാൾഡ് ആണ്, നീല കളർ സഫയർ. പ്രിയ മകനെ, നിനക്ക് എല്ലാത്തിനും കുറിച്ച് നല്ല അറിവുണ്ടല്ലോ. നീ നല്ല ശ്രദ്ധാലുവായിട്ടുള്ള കുട്ടിയാണല്ലോ. ലൂക്ക, ഞാൻ നിന്നെ പരിചയപ്പെടുത്തരാം ഇതാരാണെന്ന്. ഇതാണ് ഫിലിപ്പ്. ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും ഇദ്ദേഹം സന്തോഷിക്കുന്നത് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം കയറി വന്ന രീതി കണ്ടില്ലേ? നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ. നമ്മൾ ഫിലിപ്പിനെ കാണാൻ വൈകിയപ്പോൾ ഞാൻ കരുതുന്നത് നമ്മുടെ വഴി തെറ്റിപ്പോയെന്നാണ്. പക്ഷേ ഇല്ല, ഫിലിപ്പ് നമ്മളെ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ കുറച്ചു മുന്നേ വന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടുത്താൻ വേണ്ടി മാറി നിൽക്കുകയെന്ന് ഞാൻ. പരിശുദ്ധാത്മാവ് അങ്ങേ നയിച്ചതിനെ കുറിച്ച് എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓറേൻ, അത് ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? കുറെ കാര്യങ്ങളുണ്ട് ലൂക്ക. കർത്താവിന്റെ കയ്യിലെ ഒരു ശക്തിയുള്ള ഉപകരണമായിരുന്നു ഫിലിപ്പ്. ഞാൻ ആ വാക്യം ഇപ്പോൾ പറഞ്ഞു തരാം. ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞു തന്നാലോ? പരിശുദ്ധാത്മാവിനെ നയിച്ച പല വഴികളും ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യേശുവിനെ പിൻഗമിച്ചവരെ എങ്ങനെ പരിശുദ്ധാത്മാവ് നയിച്ചു എന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായിരുന്നല്ലോ പരിശുദ്ധാത്മാവ് ചെയ്തത്. നീ പറഞ്ഞത് ശരിയാണ് ലൂക്ക. ഇതാ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 8:29 ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ആ, ശരിയാണ്. പരിശുദ്ധാത്മാവിനെ നയിച്ചു. ഞാൻ യേശുവിനെ കണ്ട നാൾ മുതൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ കാംക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോസ്തലന്മാർ പറഞ്ഞാൽ ശ്രദ്ധിച്ചതിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കർത്താവിന്റെ തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: ദൈവവചനം എല്ലാ ദേശത്തും എത്തിച്ചേരണം. എല്ലാ ഗോത്രങ്ങളും എല്ലാ ഭാഷകളും എല്ലാ ജനങ്ങളോടും എത്തിച്ചേരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ദൈവവേല ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഞാൻ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു. യേശുവിന്റെ കാലഘട്ടത്തിന് അത് കാണുവാൻ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നയിച്ചത്. ഞാൻ എന്നെ തന്നെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുവാൻ എനിക്ക് സഹായമായി. എന്ത് നല്ല സാക്ഷ്യമാണ് അങ്ങയുടേത് ഫിലിപ്പ്. എനിക്കും ഭൂമിയിൽ ഒരു പ്രാസംഗികനാകണം. പരിശുദ്ധാത്മാവ് അങ്ങയെ വഴിയുടെ നടുക്കിലേക്ക് നയിച്ചു. എന്താണ് ഉണ്ടായത്? ഞാനത് നിന്റെ അടുത്ത് പറയാനായിട്ട് തുടങ്ങുമെന്ന് ലൂക്ക. പരിശുദ്ധാത്മാവ് എന്നെ പ്രസംഗിക്കുവാൻ നയിച്ചത് ഒരു എത്യോപ്യൻ മനുഷ്യന്റെ അടുത്താണ്. അദ്ദേഹം കുറെ യാത്ര ചെയ്ത് ഇസ്രായേലെത്തി. യേശുവിനെ കുറിച്ച് പഠിച്ചു. പക്ഷെ ഇസ്രായേലിൽ ആരും അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നില്ല. സങ്കടത്തോടെ അദ്ദേഹം തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി: പരിശുദ്ധാത്മാവ് യേശുവിനെ അന്വേഷിക്കുന്നവരെ സഹായിക്കുവാൻ എപ്പോഴും എത്തുന്നു. ആ കഥയുടെ ബാക്കി പറയുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് സ്വയമേ അവരുടെ ജീവിതത്തിലേക്ക് വന്നു. യേശുവിന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു സ്വരം കേട്ട് അവർ 3 പേര് തിരിഞ്ഞു നോക്കി. ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് എൻ്റെ ഇത്യോപ്യയിലുള്ള സുഹൃത്ത്. അന്ന് ആ വഴിയിൽ രഥത്തിൽ കണ്ട വ്യക്തി ഈ പരിശുദ്ധമായ പട്ടണത്തിൽ ഞാൻ കണ്ടിരിക്കണു. ഫിലിപ്പിന്റെ കൂട്ടുകാരെ, നിങ്ങൾ ഏവരെയും കണ്ടതിൽ സന്തോഷം. ക്ഷമിക്കണം, എനിക്ക് ഫിലിപ്പിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. യേശുവിനെ എത്യോപ്യയിൽ കാണാൻ വന്നിരുന്ന 500-ലധികം പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദി, എൻ്റെ ദൈവവേലയ്ക്കായി. ഇപ്പോൾ അവരൊക്കെ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അവരൊക്കെ ഫിലിപ്പിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫിലിപ്പിനെ എൻ്റെ കൂടെ കൊണ്ടുപോകട്ടെ എന്ന് ആവശ്യപ്പെട്ടത്. വിഷമിക്കണ്ട, നമുക്ക് ഇനിയും ധാരാളം സമയം ഉണ്ടല്ലോ. കൂടുതൽ നമ്മൾ തമ്മിൽ അറിയാനും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനും. 500 പേര് രക്ഷിക്കപ്പെട്ടു അല്ലേ ലൂക്ക? സാരമില്ല, നമുക്ക് ഇനിയും ഫിലിപ്പിനെ കണ്ട് സംസാരിക്കാൻ സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് പോയാലോ? നമുക്ക് അടുത്ത് കാണാനുള്ള വ്യക്തിയെ നഷ്ടപ്പെടണ്ട. നമുക്ക് പോയാലോ? എനിക്കും ആകാംക്ഷയാണ് അടുത്ത് കാണാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ. നീ റെഡിയാണോ ലൂക്ക? ഓക്കെ, നമുക്ക് പോവാം. എന്നെ ആകാംക്ഷ വരുന്നതിനാക്കി. ഞാൻ റെഡി. നമുക്ക് പോകാം.